ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനിയൻ സാറ് ക്ഷേത്രത്തിനടുത്തെത്തി അവിടെ നിന്ന് മൂർത്തിയുടെ ഫോണിൽ സംസാരിച്ചു. ഈ സമയത്തായിരുന്നു കൃഷ്ണ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഓട്ടോറിക്ഷയ്ക്ക് അടുത്ത് നിന്നിരുന്ന തങ്കം കൃഷ്ണ വന്നതും നീ തൊഴുത് കഴിഞ്ഞോ, എന്നാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കാറിലേക്ക് ഓട്ടോയിലേക്ക് കയറുമ്പോഴാണ് ക്ഷേത്രത്തിന് മുന്നിൽ തന്റെ ചെപ്പൽ ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറിപ്പോന്ന അനിയൻ സാറിനെ കണ്ടത്. വേഗം കൃഷ്ണ പറഞ്ഞു, അമ്മ ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് വേഗം അനീൻ സാറിന്റെ അടുത്തേക്ക് കൃഷ്ണ ഓടിച്ചെന്നു. അനീൻ സാറിനെ ചെന്ന് വിളിച്ചതും മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു കേട്ടോ. മോള് എന്തായാലും ഓൺലൈനിൽ തന്നെ ഞാൻ അത് രജിസ്റ്റർ ചെയ്തു. ആളുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. അതിൽ ഒരാള് സംസാരിച്ചു. പക്ഷേ അയാൾക്ക് വലിയ താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ, ഞാനിവിടെ തൊഴാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് നിന്ന അനിൽ സാർ പറഞ്ഞു, എനിക്കും ഈ ക്ഷേത്രത്തിലോട് വലിയ താല്പര്യമാണ്. നാഗാരാധനയും മറ്റുമൊക്കെ ഉള്ള കുടുംബമായിരുന്നല്ലോ ഞങ്ങളുടേത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമാണിതെന്ന് അനിൽ സാർ പറഞ്ഞപ്പോ അത് കേട്ട് നിന്ന കൃഷ്ണ ചോദിച്ചു, കൊള്ളാലോ സാറേ, നമ്മൾ തമ്മിൽ ചില സ്വഭാവത്തിലൊക്കെ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോ അനിയും പറഞ്ഞു, അതെന്തായാലും നന്നായി. മോളുടെ നല്ല മനസ്സുള്ള മോളുടെ നല്ല ശീലങ്ങൾ കുറച്ചൊക്കെ എനിക്ക് കൂടി ഉണ്ടെന്ന് അറിയുമ്പോ അത് നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു ആ വേഗം അകത്തേക്ക് തൊഴാനായിട്ട് പോയി. ഉടനെ തിരിച്ചു വരുന്ന കൃഷ്ണയോട് തങ്കം ചോദിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അമ്മയെ ഞാൻ അനിൽ സാറിനെ കണ്ടു, സാറിനോട് സംസാരിക്കാൻ പോയതാ എന്ന് പറഞ്ഞു. ആകെ സംശയത്തോടെ തങ്കം നോക്കുന്നതുകൊണ്ട് കൃഷ്ണ പറഞ്ഞു, അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, എന്നെ രക്ഷപ്പെടുത്തിയ സാറല്ലേ അനിയൻ സാറ്. ആ സാറ് ദാ ഇപ്പൊ ഇവിടെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. സാറിനെ കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. അമ്മ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, അങ്ങനെയാണോ? സാറ് വന്നിട്ടുണ്ടായിരുന്നോ? എന്നാ എനിക്കൂടി ഒന്ന് സംസാരിക്കണമായിരുന്നല്ലോ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്കും ഒന്ന് അദ്ദേഹത്തോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാന് സാറിനെ ഇപ്പൊ പരിചയപ്പെടുത്തി തരാലോ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം വീണ്ടും സാറിനെ അന്വേഷിച്ച് അവിടെ നിന്നിറങ്ങി. കൃഷ്ണ വന്ന് നോക്കുമ്പോ അവിടെ എങ്ങും തന്നെ അനിൽ സാറിനെ കാണുന്നില്ല. അനിൽ സാർ ഈ സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരിയോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് അനിൽ സാറിനോട് സംസാരിച്ചു. സാർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്, അതിനേക്കാളും അധപതിച്ചു പോവുകയാണ് പിന്നീട് സംഭവിച്ചത്. ആർക്കും ക്ഷേത്രത്തെ പുനരുദ്ധരിക്കണമെന്നോ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നോ ഇവിടെയുള്ള ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം ഓരോ ദിവസം പോകുന്തോറും ആ ക്ഷേത്രത്തിന്റെ അധപ്പതനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പൂജാരി സങ്കടത്തോടെ അറിയിച്ചപ്പോ അനികുഞ്ഞ് പറഞ്ഞു, അതിനെന്താ തിരുമേനി, ഇനിയിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ. എന്താ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാ തിരുമേനി തന്നെ തയ്യാറായിക്കോളൂ. ഇപ്പം അടിയന്തരമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം അനികുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അനിൽ സാറിനെ വിളിച്ചുകൊണ്ട് വേഗം അവിടുത്തെ തിടപ്പള്ളിയുടെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി അവിടേക്ക് മാറുന്നു. ഈ സമയത്താണ് കൃഷ്ണ തങ്കത്തെയും കൊണ്ട് അവിടേക്ക് എത്തിയത്. അയ്യോ, അനിൽ സാർ എത്തി പൂജാരിയായിട്ട് സംസാരിച്ചിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാമേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. അനിൽ സാറിനെ നമുക്ക് പിന്നീട് കണ്ട് അമ്മയൊക്കെ പരിചയപ്പെടാം. അല്ലാതെ ഇപ്പൊ ഈ തിരക്കിനിടയിൽ ചെല്ലുന്നത് മോശമല്ലേ അമ്മ എന്ന് പറഞ്ഞ് കൃഷ്ണ തങ്കത്തെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നു. അതിനുശേഷം ആ ക്ഷേത്രത്തിൽ നിന്ന് അനിയും കുഞ്ഞും യാത്ര പറഞ്ഞിറങ്ങി. ഈ സമയത്താണ് നവീന്റെ വീട്ടില് ഗാഥയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഗാഥ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് ഓട്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു സുമിത്ര. കിച്ചണിലേക്ക് വന്ന നിർമ്മല ആ ഓട്സിനകത്ത് ഗാഥയ്ക്ക് കൊടുക്കാനുള്ള ഓവർ ഡോസ് മരുന്ന് കലർത്തി. ഇത് കണ്ടെത്തിയ കീർത്തി ചോദിച്ചു, അല്ല അമ്മ ഇവിടെ എന്തായി ചെയ്യുന്നത്? ഉടനെ നിർമ്മല പറഞ്ഞു, ഇതേ സുമിത്ര മരുമകൾ ഭക്ഷണം കഴിക്കാത്തതിന് മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായത് എന്നറിയിച്ചു. അത് കണ്ടതും കൊള്ളാലോ എന്ന് പറഞ്ഞ് അതെടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ് കീർത്തി. ഉടനെ കീർത്തിയെ ചാടി പിടിച്ച് നിർമ്മല തടഞ്ഞു. നീ അത് തിന്നൊന്നും വേണ്ട, ഇതേ അവൾക്ക് വേണ്ടിയുള്ളതാ. നീ മര്യാദയ്ക്ക് ഇങ്ങ് വന്നേ, അവൾ എവിടെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കിച്ചണിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് കൃഷ്ണയും തങ്കും കൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ഗോപാലമാമന്റെ ഫോണിലേക്ക് കൃഷ്ണ വിളിച്ചു. ഗോപാലൻ കോൾ എടുത്തതും കൃഷ്ണ പറഞ്ഞു, ഗോപാലമാമ, ഇവിടെ ഒരു വിശേഷം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം ഉദ്ഘാടനം ചെയ്തത് അനീസ എന്ന് പറഞ്ഞ ഒരാളാണെന്ന്. ആ സാർ എടുത്ത ലോട്ടറിക്കാണ് 5000 രൂപ അടിച്ചത്. അത് കേട്ടതും ഉടനെ ഗോപാലൻ പറഞ്ഞു, കൊള്ളാലോ. കൊള്ളാലോടി മോളെ, നിനക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അടിക്കുന്ന ലോട്ടറികളാ നീ വിൽക്കുന്നതെന്നുള്ള ഒരു പേര് വന്നു കഴിഞ്ഞാൽ നിനക്കൊരു ഭാഗ്യമുള്ള പെൺകുട്ടിയാണെന്ന് എല്ലാരും കരുതും. അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ലോട്ടറി എടുക്കാനും ആളുകൾ തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോ അതെ, അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട് ഗോപാലമാമ എന്ന് കൃഷ്ണ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഗോപാലൻ പറഞ്ഞു, നീ നന്നാവും മോളെ, നീ മിടുക്കിയല്ലേ എന്നെല്ലാം ഗോപാലൻ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ സുനന്ദേച്ചി എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പം സുനന്ദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഉടനെ സുനന്ദ പറഞ്ഞു, മോളെ
നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ സിതാര മേഡത്തിന്റെ വിചാരം എല്ലാം ശുഭമായെന്നല്ലേ? എന്നാൽ സിതാര മേഡത്തിന്റെ മകളുടെ കഷ്ടകാലം അവസാനിച്ചൊന്നുമില്ല. നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടെങ്കിലും ഇപ്പോഴും ഗാഥയും നവീനും തമ്മിൽ യാതൊരു രീതിയിലും ഒരു ജീവിതം ആരംഭിച്ചിട്ടില്ല. എല്ലാ ദിവസവും അവിടുന്ന് ബഹളം വെച്ച് ഇവിടെ വരും. ഈ റബ്ബർ പന്ത് പോലെ ഇവിടെ നിന്ന് ഒരടി കൊടുത്ത് അവിടെ ചെല്ലും. അവിടുന്ന് വീണ്ടും അതേ രീതിയിൽ തിരിച്ചു വരും. അതാണിപ്പോ ഗാഥയുടെ ജീവിതം. ഒരു ദിവസം നവീന്റെ അടുത്തുനിന്ന് വഴക്കുണ്ടാക്കി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു വിധത്തിൽ സിതാര മേഡം ഉന്തിത്തള്ളി അങ്ങോട്ട് പറഞ്ഞേക്കും. അടുത്ത ദിവസം വീണ്ടും ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയാണ് ഇപ്പൊ ആ പെങ്കൊച്ചിന്റെ ജീവിതത്തിന്റെ അവസ്ഥ. എന്തായാലും നവീൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും മോളെ നിന്നെ മാത്രമാ. നിന്റെ സ്നേഹവും നിന്നെ മാത്രമാണ് നവീന് ശരിക്കും അറിയാവുന്നതും എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് നവീനെ കുറിച്ചുള്ള സംസാരമാണ് വരുന്നതെന്ന് കണ്ടപ്പോ കൃഷ്ണ പറഞ്ഞു, അയ്യോ ഗാഥയ്ക്ക് അങ്ങനെയാണോ സംഭവിച്ചത്? അത് കണ്ട് സന്തോഷിക്കൊന്നും ചെയ്യല്ലേ ചേച്ചി എന്ന് പറഞ്ഞപ്പോ സുനന്ദ പറഞ്ഞു, അതെന്താ സന്തോഷിക്കാതിരിക്കുന്നത് എന്തിനാ? ശരിക്കും നിനക്ക് നിന്റെ ജീവിതമല്ലേ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ അവർക്ക് വരണം. അതിലെനിക്ക് സന്തോഷമുള്ളൂ എന്ന് സുനന്ദ പറയുമ്പോ കൃഷ്ണ ഉടനെ ഫോൺ എടുത്ത് തങ്കത്തിന് കൈ കൊടുക്കുന്നു. അതെ അമ്മയ്ക്ക് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ് സുനന്ദയുടെ ഫോൺ കോള് കൃഷ്ണ തങ്കത്തിന് കൊടുത്ത് ആ സംസാരം ഒഴിവാക്കി. ഉടനെ തങ്കത്തോട് സ്വന്തം വിശേഷങ്ങൾ ചോദിച്ചു. ഇവിടെ ഞങ്ങൾ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടുവെന്നും ഇപ്പോ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചെന്നും പറഞ്ഞു. മോള് ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് അവൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് ഇനിയിപ്പോൾ ആരെയും നോക്കിയിരിക്കാനില്ലല്ലോ അമ്മേ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് തനിച്ചിരുന്ന് കഴിക്കും. പിന്നെ ഇവിടെ ആരുമില്ല എന്നുള്ള ആ വിഷമമൊക്കെ മാറി കേട്ടോ. ആരുമില്ലെന്ന് പറഞ്ഞ് വന്നിടത്ത് ഇപ്പൊ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മോളിക്കുട്ടിയുണ്ട് ഞങ്ങൾക്കിവിടെ. പോരാത്തതിന് ഇപ്പൊ ദാ ഗോപാലനെ അവിടെ മോൾക്ക് കിട്ടിയതുപോലെ ഇവിടെ ദാ ഒരു അനിയൻ സാറിനെയാ മോൾക്ക് ഇട്ടിരിക്കുന്നത്, അവളുടെ രക്ഷകൻ. മാത്രമല്ല ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അദ്ദേഹം ദൈവതുല്യനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളാണ് ഇപ്പൊ കൃഷ്ണമോള്. ഇപ്പൊ അദ്ദേഹവുമായിട്ടാണ് ചങ്ങാത്തം. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ തങ്കം പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദ വലിയ സന്തോഷത്തിലായി. എന്തായാലും മോളിക്കുട്ടി കൂടെ ഉണ്ടല്ലോ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകും തങ്കേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം സുനന്ദ ഗോപാലനോട് പറഞ്ഞു, കൃഷ്ണമോള് അവിടെ ചെന്നുകൊണ്ട് ഇപ്പോ വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ അവർക്കില്ലല്ലോ. പിന്നെ അവിടെ ഏതോ ഒരു അനിയൻ സാറിനെന്ന് പറഞ്ഞ അദ്ദേഹം കൃഷ്ണമോളെ രക്ഷിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. തങ്കേച്ചി വലിയ ഹാപ്പിയാണ്, നല്ല സന്തോഷത്തോടെയാ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോ ഗോപാലൻ പറഞ്ഞു, ആ പാവങ്ങൾക്ക് എന്നും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ആരെയും മനഃപൂർവ്വം ആ പാവങ്ങൾ ദ്രോഹിച്ചിട്ടില്ലല്ലോ എന്ന് ഗോപാലനും അറിയിച്ചു. അപ്പോഴാണ് ഗാഥയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് സുമിത്ര ഗാഥയുടെ അരികിലേക്ക് ചെന്നത്. മോൾക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അമ്മ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കുന്ന പറഞ്ഞ് സുമിത്ര ഓട്സ് ഗാഥയ്ക്ക് നൽകി. ഗാഥ അത് കഴിച്ചതും കുറച്ച് കഴിച്ചു കഴിഞ്ഞതും മതിയമ്മേ എന്ന് പറഞ്ഞ് ഗാഥ അത് തിരിച്ചു നൽകി. സുമിത്ര അത് വെക്കാനായിട്ട് കിച്ചണിലേക്ക് പോയ നേരത്ത് അവിടേക്ക് നിർമ്മലയും കീർത്തിയും കൂടി എത്തി. മോളെ ഇവക്ക് എന്താ പ്രശ്നം എന്നാ പറഞ്ഞത്? ഡിപ്രഷൻ അല്ലേ? ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ വട്ട എന്നല്ലേ അതിനർത്ഥം? എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവൾക്ക് മുഴുവട്ടാവുമായിരിക്കും അല്ലേ എന്നൊക്കെ നിർമ്മല പറയുന്നത് കേട്ട് ഗാഥയ്ക്ക് ഒട്ടും സാധിച്ചില്ല. ഗാഥ കലിയോടെ നിർമ്മലയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ദേഷ്യത്തോടെ നിർമ്മലയോട് ചോദ്യം ചെയ്തു. ഉടനെ നിർമ്മല പറഞ്ഞു, എടി കൊച്ചേ, നീ മരുന്ന് കഴിക്കുന്നത് നിനക്ക് ഡിപ്രഷൻ ആയെന്നല്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ചാണ് ഞാനും പറഞ്ഞത്. നീ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വട്ട് പിടിക്കാന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടും വട്ട് നിങ്ങൾക്കടി എന്ന് പറഞ്ഞ് കീർത്തിയെയും നിർമ്മലയെയും പൊതിരെ തല്ലുകയാണ് ഗാഥ. ഇത് കണ്ടുകൊണ്ട് സുമിത്ര അവിടേക്ക് എത്തി. എന്താ മോളെ ചെയ്യുന്നതെന്ന് ചോദിച്ചതും ഉടനെ സുമിത്രയെ പിടിച്ച് മാറ്റി നിർത്തി നിർമ്മലയ്ക്കിട്ട് വീണ്ടും തല്ലു കൊടുക്കുന്നു ഗാഥ. ഗാഥയുടെ തല്ലുകൊണ്ട് നിർമ്മല ജീവനും കൊണ്ട് ഓടി പോവുകയാണ് നവീന്റെ അടുത്തേക്ക് നിർമ്മല പോയതും പിന്നെ കണ്ടത് കീർത്തിയായിരുന്നു. കീർത്തിയെയും തല്ലുകയാണ് ഗാഥ. ഉടനെ സുമിത്ര ചോദിച്ചു, എന്താ മോളെ ഇത് എന്ന് ചോദിച്ചതും ഇവളുമാര് പറയാ എനിക്ക് വട്ടാണെന്ന് എന്ന് പറഞ്ഞ് ഗാഥ വീണ്ടും അവർക്കിട്ട് തല്ലുന്നു. അപ്പോഴേക്കും നവീന്റെ റൂമിന് മുന്നിൽ ചെന്ന് നിർമ്മല നവീന്റെ ഡോറിലെ അടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നവീനെ വാതിൽ തുറക്ക എന്ന് പറഞ്ഞു. നവീൻ വാതിൽ തുറന്ന് മുന്നിലേക്ക് എത്തി. എന്ത് പറ്റി അപ്പച്ചി എന്ന് അമ്മായി എന്ന് ചോദിച്ചപ്പോ നവീനോട് നിർമ്മല പറഞ്ഞു, എടാ നിന്റെ പെണ്ണാണ്ടറ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നു, അവളുടെ വട്ടിളക്കിയിട്ട് എന്ന് പറഞ്ഞപ്പോ നവീനാകെ ഞെട്ടലോടെ അമ്മായിയെ നോക്കി. ഈ സമയത്തിനിടയിൽ മാണിക്കുഞ്ഞിനോട് നവീൻ ബ്രോക്കറിനെ കുറിച്ച് സൈറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് അതിന്റെ ആളെ വിളിക്കാനായിട്ട് പറഞ്ഞു. രാത്രി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പോ രാത്രി ആയാലും എന്താണാവും, അവർക്ക് വിൽക്കാൻ ആവശ്യമുള്ളവർക്ക് അവർക്ക് എപ്പോൾ വിളിച്ചാലും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഫോൺ എടുത്ത അനിയൻ കുഞ്ഞിനോട് മാണിക്കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അപ്പോഴേക്കും അദ്ദേഹം ചോദിച്ചു, "എന്ത് തുടങ്ങാനാ? എന്ത് പ്രോജക്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചുറ്റുപാടും പാവപ്പെട്ട കർഷകരാണുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യവും, ഒരു പ്രോജക്റ്റും ഇവിടെ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല" എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് കേട്ടതും മാണിക്കുഞ്ഞ് പറഞ്ഞു, "എന്തായാലും ഞങ്ങൾക്ക് ആ സൈറ്റ് ഒന്ന് കാണാൻ. ഞങ്ങള് ആഹ് ഇതുപോലെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് താല്പര്യപ്പെടുന്നത്. എന്തായാലും നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല" എന്നും മാണിക്കുഞ്ഞ് അറിയിച്ചു. എന്നാ ഞങ്ങൾക്ക് സൈറ്റിനെ കുറിച്ചൊന്ന് അറിയാനായിട്ട് അതൊന്ന് വീഡിയോ എടുത്തൊന്ന് അയക്കുവോ എന്ന് ചോദിച്ചു. രണ്ട് സൈഡും കായൽ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശമെന്ന് അനിയൻ കുഞ്ഞ് അറിയിച്ചു. എന്തായാലും വീഡിയോ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അയച്ച് വിട്ടേക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും നവീൻ പറഞ്ഞു, സംസാരത്തിൽ നിന്ന് അദ്ദേഹം കുഴപ്പക്കാരനല്ല എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. ഉടനെ മാണിക്കുഞ്ഞിനോട് അദ്ദേഹം ഫോൺ വെക്കുന്നതിന് മുമ്പ് എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ മാണി എന്ന് മാത്രം മാണിക്കുഞ്ഞ് പറഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞതും നവീൻ ആകെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു, "ഓ, പേര് പെട്ടെന്ന് ചോദിക്കുന്നു കരുതിയില്ല സാറേ. കുഴപ്പമില്ലല്ലോ അല്ലേ?" എന്ന് ചോദിച്ചപ്പം, "ഏയ് ഇല്ല, സംസാരത്തിൽ നിന്ന് അയാൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നില്ല. ജെനുവിൻ ആണ്" എന്ന് പറഞ്ഞു. അത് കേട്ടതും നവീനോട് മാണിക്കുഞ്ഞ് ചോദിച്ചു, "അതെങ്ങനെ മനസ്സിലാവും സാറേ? 1-2 വാക്കല്ലേ സംസാരിച്ചുള്ളൂ" എന്ന് പറഞ്ഞപ്പോ, "അധികമൊന്നും സംസാരിക്കണ്ടോ. 2-3 വാക്ക് സംസാരിച്ചാൽ മതി. നമുക്ക് ആളെ മനസ്സിലാക്കാൻ കഴിയും." അദ്ദേഹം പറയുന്നതിനിടയിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, ചുറ്റുപാടുമുള്ള അയൽവാസികളെ കുറിച്ച്. അവരെക്കുറിച്ച് അദ്ദേഹത്തിനൊരു കൺസേൺ ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം അയാൾ ശുദ്ധനാണെന്ന്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം വീഡിയോ അയച്ചതിന് ശേഷം ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞ് നവീൻ പോയതിനു ശേഷമാണ് അമ്മായി ഈ ബഹളം വെച്ചുകൊണ്ട് ഗാഥയുടെ കാര്യവും പറഞ്ഞ് നവീന്റെ മുന്നിലേക്ക് എത്തുന്നത്.